സോ ലാസ്റ്റ് നമ്മൾ ഈ ഫേസ് ഷിഫ്റ്റ് മെത്തേഡാണ് നോക്കിയിട്ടുണ്ട്. SSB ട്രാൻസ്മിറ്ററിൽ ജനറേഷനിൽ ആദ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫിൽട്ടർ മെത്തേഡ്, അതായിരുന്നു ഇത്. നെക്സ്റ്റ് വന്നതാണ് ഫേസ് ഷിഫ്റ്റ് മെത്തേഡ്. ഇതിൽ നമ്മൾ കാരിയറിൻ്റെ 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ബാലൻസ് മോഡിലേക്ക് കൊടുക്കുന്ന ഡിഫറൻസിന് അനുസരിച്ചിട്ട് നമുക്ക് LSB അല്ലെങ്കിൽ USB മീൻസ് ഔട്ട്പുട്ടിൽ SSB ഔട്ട്പുട്ട് കിട്ടും. അതിൽ മനസ്സിലാക്കേണ്ടത് ഒന്നിൽ LSB കിട്ടും അല്ലെങ്കിൽ USB കിട്ടും. ഈ കാരിയറിൻ്റെ ഫേസ് ഷിഫ്റ്റ്, ഈ കാരിയർ ഓസിലേറ്ററിൻ്റെ ഈ ഒരു പൊസിഷനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അതായത് ഈ കാരിയറിൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ട്, ഈ കാരിയർ എവിടെയാണോ അതിൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ടാണ് നമുക്ക് LSB USB കിട്ടുന്നത്. സോ നെക്സ്റ്റ് ഉള്ളതാണ് SSB റിസീവർ. ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം. നോട്ട് ഡൗൺ ചെയ്യാം. അക്ഷയ്, സോ SSB റിസീവർ ആണ്. ഇതൊരു സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ എന്ന് പറയും. ഈ SSB റിസീവറിന് ഒരു സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ എന്നും പറയും. സോ നമുക്ക് എന്ത് ചെയ്യണം, ഈ നമ്മൾ വരുന്നത് SSB സിഗ്നലാണ് ഈ ആൻറ്റിന വഴി വരുന്നത്. സോ നമ്മൾ ഈ SSB സിഗ്നലിനെ ഡീമോഡുലേറ്റ് ചെയ്യണം. റിസീവറിൽ ബേസിക്കലി നടക്കുന്നത് ഡീമോഡുലേഷനാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഏത് കാരിയർ ആണോ ട്രാൻസ്മിറ്ററിൽ യൂസ് ചെയ്തത് അതേ കാരിയർ റിസീവറിൽ റീജനറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ റീഇൻട്രൊഡ്യൂസ് ചെയ്യണം. നമ്മൾ ജനറേഷൻ, ഈ ഫേസ് ഷിഫ്റ്റ് മെത്തേഡൊക്കെ വെച്ചിട്ട് നമ്മുടെ SSB ഔട്ട്പുട്ട് വന്നു. ആ ഔട്ട്പുട്ട് നമ്മൾ റിസീവറിലെത്തുമ്പോൾ ഈ ആൻറ്റിന ആ SSB സിഗ്നൽ റിസീവ് ചെയ്യും. സോ ഈ SSBനെ നമുക്ക് ഡീമോഡുലേറ്റ് ചെയ്തെടുക്കണം. സോ ഇൻ ഓർഡർ ടു ഡീമോഡുലേറ്റ് ദ SSB, ഇറ്റ് ഇസ് നെസസറി ടു റീഇൻട്രൊഡ്യൂസ് ദ കാരിയർ. സോ ലോക്കൽ കാരിയർ നമ്മളിവിടെ എന്ത് ചെയ്യും, ഏത് കാരിയറാണോ ട്രാൻസ്മിറ്ററിൽ യൂസ് ചെയ്തത് അതേ കാരിയർ നമ്മളിവിടെ റീഇൻട്രൊഡ്യൂസ് ചെയ്യും. സോ ടു അച്ചീവ് ഈ ഒരു സംഭവം അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് 2 എലിമെൻറ്റ്സാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് ലോക്കൽ ഓസിലേറ്റർ, സെക്കൻഡ് വൺ മിക്സർ. ഈ ലോക്കൽ ഓസിലേറ്റർ സിഗ്നൽ എന്തിനാണെന്ന് വെച്ചാൽ ടു പ്രൊവൈഡ് ലോക്കലി പ്രൊഡ്യൂസ്ഡ് കാരിയർ സിഗ്നൽ ടു റീഇൻട്രൊഡ്യൂസ് ദ സിഗ്നൽ. ഏത് സിഗ്നലാണോ വന്നത് അതിനെ ഡീമോഡുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ലോക്കലി ജനറേറ്റഡ് ആയിട്ടുള്ളൊരു കാരിയർ വേണം. സോ അതിനാണ് ലോക്കൽ ഓസിലേറ്റർ. ലോക്കൽ ഓസിലേറ്റർ എന്ന് ചെയ്യുകയെന്ന് വെച്ചാൽ അത് ലോക്കലി പ്രൊഡ്യൂസ്ഡ് കാരിയർ പ്രൊവൈഡ് ചെയ്യും. സിഗ്നലിനെ റീഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഇൻഫർമേഷൻ റീഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ലോക്കലി പ്രൊഡ്യൂസ്ഡ് കാരിയർ ഈ ലോക്കൽ ഓസിലേറ്റർ ജനറേറ്റ് ചെയ്യും. ഇനി ഈ മിക്സർ എന്താ ചെയ്യുക വെച്ചാൽ, ഇറ്റ് മിക്സസ് ദ ലോക്കൽ ഓസിലേറ്റർ സിഗ്നൽ ആൻഡ് ദ ഇൻകമിങ് സിഗ്നൽ SSBയും ഈ ലോക്കൽ ഓസിലേറ്റർ സിഗ്നൽ മിക്സ് ചെയ്തിട്ട് ഔട്ട്പുട്ട് ഓഫ് ദ മിക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയോ സിഗ്നലാണ്. മിക്സർ എന്ന് പറഞ്ഞാൽ ഓഡിയോ സിഗ്നലാണ്. സോ ഹിയർ ദ ഇൻകമിങ് സിഗ്നൽ നൗ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഫിക്സ്ഡ് ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി. ഇത് RF സെക്ഷനാണ്. നമുക്ക് വരുന്നത് റേഡിയോ ഫ്രീക്വൻസിയാണ് വരുന്നത്. SSB സിഗ്നൽ എന്ന് പറഞ്ഞാൽ റേഡിയോ ഫ്രീക്വൻസിയാണ്. സോ ഈ മിക്സറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഓഡിയോ സിഗ്നലാണ്. സോ അതിനെ നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യും. അതാണ് IF സെക്ഷനാണിത്. അതായത് ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസിയിലേക്ക് കൺവേർട്ട് ചെയ്യും. ദാറ്റ് ഈസ് ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആംപ്ലിഫയർ സ്റ്റേജസ്. സോ ഹിയർ ദ ഇൻകമിങ് സിഗ്നൽ ആർ കൺവേർട്ടഡ് ഡൗൺ ഇൻ ടു ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി. സോ ഈ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസിയിലേക്ക് വന്നു. ആൻഡ് പിന്നെ നമുക്ക് സെക്കൻഡ് ഓഡിയോ ഫ്രീക്വൻസി സെക്ഷൻ ഉണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ RF സെക്ഷൻ ഉണ്ട്. RF സെക്ഷൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി സ്റ്റേജിലേക്ക് കൺവേർട്ട് ചെയ്തു. അതിൽ നെക്സ്റ്റ് വരുന്നതാണ് ഓഡിയോ സെക്ഷൻ. അപ്പോൾ ഈ ഓഡിയോ സെക്ഷനിൽ നമുക്കൊരു BFO സിഗ്നൽ എന്ന് പറഞ്ഞൊരു സിഗ്നൽ ഉണ്ട്. BFO സിഗ്നൽ അല്ലെങ്കിൽ ഒരു കാരിയർ ക്രിസ്റ്റൽ ഓസിലേറ്റർ ഉണ്ട്. ക്രിസ്റ്റൽ കാരിയർ ഓസിലേറ്റർ ഉണ്ട്. ഈ ഇൻകമിങ് സിഗ്നൽ വരുന്ന SSB ആയിട്ട് ഈ ക്രിസ്റ്റൽ കാരിയർ ഓസിലേറ്റർ മിക്സപ്പ് ആവും. സോ ഈ BFO അല്ലെങ്കിൽ ഈ കാരിയർ ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നെസസറി ടു സെറ്റ് ദിസ് കാരിയർ ക്രിസ്റ്റൽ ഫ്രീക്വൻസി
ടു കറക്റ്റ് ഫ്രീക്വൻസി. ഈ ഒരു കാരിയർ ക്രിസ്റ്റൽ ഓസിലേറ്റർ ഫ്രീക്വൻസി കറക്റ്റ് ഫ്രീക്വൻസിയിൽ സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഏത് ഫോമിലുള്ള എസ് എസ് ബി ആ വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. LSB ആണോ USB ആണോ എക്സ്പെക്ട് ചെയ്യുന്നത് ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ കറക്റ്റ് ഫോമിൽ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, ഈ ക്രിസ്റ്റൽ കാരിയർ ഓസിലേറ്റർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് ഫ്രീക്വൻസി ആയിട്ട് റിസീവ് ചെയ്യണം, അത് കറക്റ്റ് ഫ്രീക്വൻസി ആയിട്ട് സെറ്റ് ചെയ്യണം. കറക്റ്റ് ഫ്രീക്വൻസി ആയിട്ട് സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് റിസീവ് ചെയ്യുന്ന ഫോം ഓഫ് SSB ഐദർ LSB ഓർ USB ദാറ്റ് ഇസ് എക്സ്പെക്റ്റഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ വരുന്നതാണ് മിക്സർ ഡിറ്റക്ടർ സ്റ്റേജിൻ്റെ ഔട്ട്പുട്ട് നമ്മളൊരു ഓഡിയോ ആംപ്ലിഫയർ സ്റ്റേജിൽ ആംപ്ലിഫിക്കേഷൻ നടക്കണം, കാരണം അതിൻ്റെ സ്ട്രെങ്ത് വളരെ കുറവായിരിക്കും. സോ അതിനൊരു ഓഡിയോ ആംപ്ലിഫയർ സ്റ്റേജസിലൂടെ കടത്തി വിട്ട് അതിനെ ആംപ്ലിഫൈ ചെയ്ത് ദെൻ ഇറ്റ്സ് ഗിവൺ ടു സ്പീക്കർ, ലൗഡ് സ്പീക്കർ, ഇറ്റ്സ് ഗിവൺ ടു സ്പീക്കർ. സോ ആൻറ്റിന വഴി SSB വന്നു. SSB എന്ന് പറഞ്ഞാൽ റേഡിയോ ഫ്രീക്വൻസിയാണ് വരുന്നത്. സോ അതിനെ ആംപ്ലിഫൈ ചെയ്തു. ഈ വരുന്ന സിഗ്നലിൻ്റെ സ്ട്രെങ്ത് വളരെ കുറവായിരിക്കും. സോ അതിനൊരു RF ആംപ്ലിഫയറിലോട്ട് കടത്തിവിട്ട് ആംപ്ലിഫൈ ചെയ്തു. ദെൻ നമുക്ക് SSB റീഡ്യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളൊക്കെ സിഗ്നൽ റീഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഏത് ഫ്രീക്വൻസി ഏത് കാരിയർ ഓസിലേറ്റർ ആണോ ട്രാൻസ്മിറ്ററിൽ യൂസ് ചെയ്ത അതേ കാരിയർ ഓസിലേറ്റർ യൂസ് ചെയ്ത് ഒരു മിക്സർ വഴി മിക്സർ എന്താ ചെയ്യുക വെച്ചാൽ ഈ SSBയും ഈ കാരിയർ ഓസിലേറ്റർ സിഗ്നൽ തമ്മിൽ മിക്സ് ചെയ്തു. അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് നമുക്ക് സിഗ്നൽ വന്നു. അതിന് നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസിയിലേക്ക് കൺവേർട്ട് ചെയ്തു. പിന്നെ ഈ നേരെ പോകുന്നത് ഓഡിയോ ഫ്രീക്വൻസി സെക്ഷനാണ്. അവിടെയും നടക്കുന്നത് ഇത് തന്നെയാണ്. മിക്സർ ഡിറ്റക്ടർ സ്റ്റേജ് ഉണ്ട്, ഈ വരുന്ന സിഗ്നലും SSB സിഗ്നലും ഈ ക്രിസ്റ്റൽ കാരിയർ ഓസിലേറ്റർ സിഗ്നലുണ്ട്. അത് ബേസിക്കലി BFO സിഗ്നൽസ് ആയിരിക്കും. സോ ഈ BFO സിഗ്നലും കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ വരുന്ന SSB LSB ഓർ ഏതായിട്ട് കറക്റ്റ് ഫോം ഓഫ് SSB നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് കറസ്പോണ്ടിങ് സിഗ്നൽ വരും. അതിന് ഓഡിയോ ആംപ്ലിഫയർ സ്റ്റേജസിലൂടെ പാസ് ചെയ്ത് ആംപ്ലിഫിക്കേഷൻ നടത്തി സ്പീക്കറിലേക്ക് ഇൻപുട്ട് കൊടുക്കും. സോ ഇത്രയാണ് ഒരു SSB റിസീവറിൽ. സോ SSB റിസീവറിൽ മെയിൻലി 3 സെക്ഷൻസ് ഉണ്ട്. സോ നിങ്ങൾ എഴുതുമ്പോൾ പറയേണ്ടത് 3 സെക്ഷൻസ് ആണ്. ഫസ്റ്റ് സെക്ഷൻ RF സെക്ഷൻ, സെക്കൻഡ് IF സെക്ഷൻ ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി സെക്ഷൻ, ആൻഡ് തേർഡ് ഈസ് ഓഡിയോ ഫ്രീക്വൻസി സെക്ഷൻ. സോ RF സെക്ഷനിൽ എന്തൊക്കെയാണ് മനസ്സിലാക്കുക, 3 ബ്ലോക്കേ ഉള്ളൂ RF സെക്ഷനിൽ. അത് വരുന്നത് റേഡിയോ ഫ്രീക്വൻസിയാണ്. സോ ആ റേഡിയോ ഫ്രീക്വൻസിയും പിന്നെ ഒരു മിക്സറും ഒരു ഓസിലേറ്ററും. ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി സെക്ഷനിൽ ഒറ്റ ബ്ലോക്കേ ഉള്ളൂ, ദാറ്റ് ഇസ് ഇൻ്റർമീഡിയറ്റ് ആംപ്ലിഫയർ സ്റ്റേജസ്. ഇനി AF സെക്ഷനിൽ എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ RF സെക്ഷനിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ ഉള്ളൂ. പക്ഷേ അവിടെ റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ ആണെങ്കിൽ ഈ AF സെക്ഷനിൽ ഓഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ ആണ്. പിന്നെ താഴെ രണ്ട് ഈ മിക്സറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം, എന്താണ് ഈ ഓരോ ബ്ലോക്ക് എന്നുള്ളത്. എല്ലാ ബ്ലോക്സും പഠിച്ചതിന് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻസ് ഉണ്ട്. ആ കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടി ഓർത്തിരിക്കേണ്ട കാര്യം, മിക്സറിൻ്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് വരുന്ന സിഗ്നലും നെക്സ്റ്റ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ലോക്കൽ ഓസിലേറ്റർ സിഗ്നൽ, അല്ലെങ്കിൽ ഓസിലേറ്റർ സിഗ്നൽ ആയിരിക്കും വരുന്നത് മിക്സറിൻ്റെ. അപ്പം ഇത് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ഒരു RF സെക്ഷൻ പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി ഈ AF സെക്ഷൻ ഈസിയാണ്. RFൻ്റെ അവിടെ റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ ആണെങ്കിൽ ഇവിടെ AF സെക്ഷനിൽ ഓഡിയോ ആംപ്ലിഫയർ ആണ്. പിന്നെ അതേപോലെ ഇവിടെ ലോക്കൽ ഓസിലേറ്റർ ആണ്, ഇവിടെ ക്രിസ്റ്റൽ കാരിയർ ഓസിലേറ്റർ ആണ്. പിന്നെ ഇവിടെ മിക്സർ ഉണ്ട്, ഇതേപോലെ തന്നെ ഇവിടെ മിക്സർ ഡിറ്റക്ടർ സ്റ്റേജ് ഉണ്ട്. ഇൻ ബിറ്റ്വീൻ ആയിട്ട് IF ആംപ്ലിഫയർ സ്റ്റേജസ് ഉണ്ട്. സോ ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം ഉറപ്പായിട്ടും പഠിച്ചിരിക്കുക. ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റും. സോ ഇത്രയാണ് SSB റിസീവർ. സോ നമ്മൾ ഫസ്റ്റ് പഠിച്ചത് AM മോഡുലേഷൻ ആയിരുന്നു. AM മോഡുലേഷനിൽ പിന്നെ നമ്മൾ DSB SC പഠിച്ചു, SSB SC പഠിച്ചു. ഇനി SSB SCൻ്റെ ട്രാൻസ്മിറ്ററും റിസീവറും പഠിച്ചു. SSB SCൻ്റെ ട്രാൻസ്മിറ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2 മെത്തേഡിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാം, അതാണ് ഫിൽട്ടർ മെത്തേഡും ഫേസ് ഷിഫ്റ്റ് മെത്തേഡും. പിന്നെ നമ്മൾ പഠിച്ചത് SSB റിസീവർ. ഇനി മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്ന മോഡുലേഷനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ മോഡുലേഷൻ വെൻ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ ലെസ് ദാൻ 1 ആകുന്ന സമയത്ത് ഇങ്ങനെയാണ് വേവ് വരുന്നത്. അതേപോലെ ഈക്വൽ ടു 1 ആകുന്ന സമയത്ത് ഇതാണ്, ആൻഡ് ഗ്രേറ്റർ ദാൻ 1 വരുന്ന സമയത്ത് നമുക്ക് ഡിസ്റ്റോർട്ടഡ് ആയിട്ട് വരും. സോ ഇതാണ് ഗ്രേറ്റർ ദാൻ 1 നമ്മൾ ഓവർ മോഡുലേഷൻ എന്ന് പറയും. M മോഡുലേഷൻ ഇൻഡെക്സ് ലെസ് ദാൻ 1 ആണെങ്കിൽ അണ്ടർ മോഡുലേഷൻ എന്ന് പറയും. മോഡുലേഷൻ ഇൻഡെക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ 100% മോഡുലേഷൻ എന്ന് പറയും. ആൻഡ് മോഡുലേഷൻ ഇൻഡെക്സ് M എന്ന് പറഞ്ഞ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ ഓവർ മോഡുലേഷൻ എന്ന് പറയും. ഓവർ മോഡുലേഷൻ ലീഡ്സ് ടു ഡിസ്റ്റോർഷൻ. ആ ഡിസ്റ്റോർഷനാണ് ഈ വേവ് കാണിച്ചിരിക്കുന്നത്. ഇത് ജസ്റ്റ് അതിൻ്റെ ഒരു വേവ് ഫോം അന്ന് കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ കാണിച്ചതേ ഉള്ളൂ. സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ്രീക്വൻസി മോഡുലേഷനാണ്.
ഫ്രീക്വൻസി മോഡുലേഷനാണ്. സോ ഈ AM പഠിച്ച പോലെ തന്നെ ഫ്രീക്വൻസി മോഡുലേഷനിൽ നമ്മൾ ഫ്രീക്വൻസി മോഡുലേഷൻ്റെ അനാലിസിസ് എങ്ങനെയാണെന്ന് നോക്കും. അനാലിസിസ് ഇൻ ദ സെൻസ് അതിൻ്റെ മാത്തമാറ്റിക്കൽ അനാലിസിസ് എങ്ങനെ, അതിൻ്റെ സ്പെക്ട്രം എങ്ങനെ. പിന്നെ പഠിക്കാൻ പോകുന്നത് ഫേസ് മോഡുലേഷൻ. ഫ്രീക്വൻസി മോഡുലേഷൻ കഴിഞ്ഞാൽ പഠിക്കാൻ പോകുന്നത് ഫേസ് മോഡുലേഷനാണ്. സോ ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് ഫ്രീക്വൻസി മോഡുലേഷൻ്റെ ട്രാൻസ്മിറ്ററും റിസീവറും പഠിക്കാനുണ്ട്. SSBൻ്റെ ട്രാൻസ്മിറ്റർ റിസീവറും പഠിച്ച പോലെ FMൻ്റെ ട്രാൻസ്മിറ്റർ റിസീവറും പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഫേസ് മോഡുലേഷൻ പഠിക്കാനുണ്ട്. ഫേസ് മോഡുലേഷന് ജസ്റ്റ് അനാലിസിസ് മാത്രമേ പഠിക്കാനുള്ളൂ. അതായത് എന്താണ് ഫേസ് മോഡുലേഷൻ എന്നുള്ള രീതിയിൽ മാത്രം. ഫ്രീക്വൻസി മോഡുലേഷന് കുറച്ച് ഇൻഡെപ്ത് ആയിട്ട് മാത്തമാറ്റിക്കൽ അനാലിസിസും അതിൻ്റെ സ്പെക്ട്രവും അതിൻ്റെ 2 ടൈപ്സും പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക അതിൻ്റെ ട്രാൻസ്മിറ്റർ റിസീവറും പഠിക്കാനുണ്ട്. സോ ആദ്യം നമുക്ക് ഫ്രീക്വൻസി മോഡുലേഷൻ എന്താണെന്ന് നോക്കാം. ജസ്റ്റ് ഇതൊന്ന് റഫായി വരച്ച് വെച്ചേ. സോ ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ കാരിയറിൻ്റെ ഫ്രീക്വൻസി വേരി ചെയ്യും. ഇതാണ് നമ്മളെ ഈ മോഡുലേറ്റിംഗ് സിഗ്നൽ. ഈ കാണിച്ചിരിക്കുന്നതാണ് നമ്മളെ മോഡുലേറ്റിംഗ് സിഗ്നൽ M(t) എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ കാരിയർ സിഗ്നൽ C(t). സോ കാരിയറിൻ്റെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യും. എങ്ങനെ ചേഞ്ച് ചെയ്യും? വിത്ത് റെസ്പെക്ട് ടു ആംപ്ലിറ്റ്യൂഡ് ഓഫ് മോഡുലേറ്റിംഗ് സിഗ്നൽ. മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ചിട്ട് കാരിയറിൻ്റെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുമ്പോഴാണ് അതിന് നമ്മൾ ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് in FM signal, the frequency of the carrier varies with the amplitude variation of the message signal. So, നമ്മൾ പറയുന്നത് വെച്ചാൽ കാരിയറിൻ്റെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യും. ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറയുമ്പോൾ കാരിയറിൻ്റെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യും. എങ്ങനെ ചേഞ്ച് ചെയ്യും? വിത്ത് റെസ്പെക്ട് ടു ആംപ്ലിറ്റ്യൂഡ് ഓഫ് മെസ്സേജ് സിഗ്നൽ. മോഡുലേറ്റിംഗ് സിഗ്നലാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ഈ മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിനനുസരിച്ചിട്ട് കാരിയറിൻ്റെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യും. സോ നമുക്കിവിടെ കാണാം ഈ കാരിയറിൻ്റെ അല്ലെങ്കിൽ മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്ത് വരുന്ന. സോ അവിടെ എന്ത് ചെയ്യും? ഫ്രീക്വൻസിയും ഇൻക്രീസ് ചെയ്ത് വരും. കാണുന്നില്ല ഈ ഫ്രീക്വൻസി മോഡുലേറ്റഡ് സിഗ്നൽ S(t) കാണുന്നെങ്കിൽ നമുക്ക് കാണാം കാരിയറിൻ്റെ, അതായത് ഈ ഒരു സൈഡിൽ നോക്കുവാണെങ്കിൽ ഇതിപ്പോൾ നമ്മളെ കാരിയർ ആണെങ്കിൽ, അല്ല ഇതിപ്പോൾ നമ്മളെ മെസ്സേജ് സിഗ്നലാണ്, ഇത് നമ്മളെ കാരിയർ ആണെങ്കിൽ ഇത് രണ്ടും കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക? കാരിയറിൻ്റെ ഫ്രീക്വൻസിയിൽ ചേഞ്ച് വരും. എങ്ങനെ ചേഞ്ച് വരും? കാരിയറിൻ്റെ, അതായത് മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ വേരിയേഷൻ അനുസരിച്ചിട്ട് കാരിയറിൻ്റെ ഫ്രീക്വൻസിയിൽ ചേഞ്ച് ചെയ്യും. സോ ഇവിടെ കാണാം നമുക്ക് ഇവിടെ ഫ്രീക്വൻസി കൂടുതലായിരിക്കും കമ്പയർ ടു കാരിയർ സിഗ്നൽ. ഈ ഒരു റേഞ്ചിൽ ഇവിടെ ഫ്രീക്വൻസി വളരെ കൂടുതലാണ്. അതായത് എൻവലപ്പിനനുസരിച്ചിട്ടാണ് മാറുന്നത്. ഈ നെഗറ്റീവ് ഏരിയയിൽ അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്ത് വരും. എവിടെയാണോ ആംപ്ലിറ്റ്യൂഡ് കൂടുതൽ അവിടെ ഫ്രീക്വൻസി കൂടുതലായിരിക്കും. ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരുന്ന സമയത്ത് അതിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞു വരും. സോ ഇതാണ് ഫ്രീക്വൻസി മോഡുലേഷൻ. സോ ബേസിക്കലി ഒരു മോഡുലേറ്റിംഗ് സിഗ്നൽ ഉണ്ടാവും, ഒരു കാരിയർ സിഗ്നൽ ഉണ്ടാവും. സോ കാരിയറിൻ്റെ ഫ്രീക്വൻസിയിൽ ചേഞ്ച് വരും വിത്ത് റെസ്പെക്ട് ടു ആംപ്ലിറ്റ്യൂഡ് വേരിയേഷൻ ഓഫ് മെസ്സേജ് സിഗ്നൽ. ആംപ്ലിറ്റ്യൂഡിൻ്റെ വേരിയേഷൻ അനുസരിച്ചിട്ട് കാരിയറിൻ്റെ ഫ്രീക്വൻസിയിൽ ചേഞ്ച് വരുന്നതാണ് ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറയുന്നത്. സോ ബേസിക്കലി നമ്മൾ ആംപ്ലിറ്റ്യൂഡ്, അതായത് നമ്മളിപ്പോൾ നോയ്സ് ആഡ് ചെയ്യുന്നതാണ്. യൂഷ്വലി നമ്മൾ നോയ്സ് ഈസ് ആഡഡ് ടു ആംപ്ലിറ്റ്യൂഡ് ഓഫ് എ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിൽ നമ്മൾ നോയ്സ് ആഡ് ചെയ്യുന്നുണ്ട്. സോ AM ഈ പറഞ്ഞ നമ്മൾ AM മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ ഹൈലി സസെപ്റ്റബിൾ ടു നോയ്സ് ആയിരിക്കും. നമ്മൾ ആംപ്ലിറ്റ്യൂഡിൻ്റെ അകത്താണ് നോയ്സ് ആഡപ്പായിട്ട് വരുന്നത്. സോ AM മോഡുലേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ മോഡുലേറ്റ് ചെയ്യുന്ന സമയത്ത് നോയ്സും കൂടി മോഡുലേറ്റ് ചെയ്യും. നമ്മൾ കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് നമ്മൾ AM മോഡുലേഷനിൽ വേരി ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ആംപ്ലിറ്റ്യൂഡിലാണ് നോയ്സ് ആഡപ്പായി വരുന്നത്. ആംപ്ലിറ്റ്യൂഡിലാണ് നോയ്സ് ആഡ് ഓൺ ആയി വരുന്നത്. കമ്പയർ ടു ഫ്രീക്വൻസി കമ്പയർ ചെയ്യുമ്പോൾ ആംപ്ലിറ്റ്യൂഡിലാണ് നോയ്സ് ഗെറ്റ് ആഡഡ് അപ്പ്. സോ നമ്മൾ AM മോഡുലേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ നോയ്സിനെയും കൂടിയാണ് മോഡുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് AM എന്ന് പറഞ്ഞാൽ ഹൈലി സസെപ്റ്റബിൾ ടു നോയ്സ് ആയിരിക്കും. AM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി സസെപ്റ്റബിൾ ടു നോയ്സ് ആണ് AM. ബട്ട് FMൻ്റെ കേസിൽ ദ മെസ്സേജ് എന്ന് പറയുന്നത് നമ്മൾ ഈസ് ഇൻ ദ ഫ്രീക്വൻസി ഓഫ് ദ കാരിയർ. നമ്മൾ കാരിയറിൻ്റെ ഫ്രീക്വൻസിയിലാണ് നമ്മൾ മെസ്സേജ് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നത്. മെസ്സേജ് എന്ന് പറഞ്ഞാൽ കാരിയറിൻ്റെ ഫ്രീക്വൻസിയിലാണ്. സോ ഈ നോയ്സ് കാരണം FMൻ്റെ മുകളിൽ വലിയ എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ AMൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ കാരിയറിൻ്റെ, അതായത് നമ്മളെ കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡിലാണ് നമ്മളെ മെസ്സേജ് ഇൻഫർമേഷൻ നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ആംപ്ലിറ്റ്യൂഡിലാണ് നമ്മൾ സൂപ്പർ ഇമ്പോസ് ചെയ്ത് മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്. സോ ആംപ്ലിറ്റ്യൂഡിലാണ് നോയ്സ് ഏറ്റവും കൂടുതൽ ആഡ് ഓൺ ആവാനുള്ള സാധ്യത കൂടുതൽ. സോ അവിടെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ നടക്കുമ്പോൾ ആ നോയ്സും കൂടി മോഡുലേറ്റ് ആവും. അതുകൊണ്ട്
എയർ മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എഫക്റ്റഡ് ബൈ നോയ്സ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. പിന്നെ ഫ്രീക്വൻസി മോഡുലേഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഫ്രീക്വൻസിയിലാണ് നമ്മൾ ഇൻഫർമേഷൻസ് അയക്കുന്നത്. നമ്മൾ ഇൻഫർമേഷൻ സെൻഡ് ചെയ്യുന്നത് ഓൺ ഫ്രീക്വൻസിയാണ്. സോ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ലെസ് എഫക്റ്റഡ് ബൈ നോയ്സ്. സോ ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ സോ ഓവറോൾ ഇറ്റ് ഇസ് ലെസ് എഫക്റ്റഡ് ബൈ നോയ്സ് എന്നുള്ളതാണ് വേറൊരു പോയിന്റ്. ഇനി നമ്മൾ മോഡുലേഷൻ ഇൻഡെക്സ് എം എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചാൽ ഡെൽറ്റ എഫ് ബൈ എഫ് എം ആണ്. മോഡുലേഷൻ ഇൻഡെക്സ് എം എന്ന് പറയുന്നത് ഡെൽറ്റ എഫ് ബൈ എഫ് എം ആണ്. ഇറ്റ് ഇസ് മോഡുലേഷൻ ഇൻഡെക്സ് എം എന്ന് പറയുന്നത് ഡെൽറ്റ എഫ് ബൈ എഫ് എം. ഇനി ഇൻസ്റ്റൻറ്റേനിയസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഓഫ് എഫ് എം സിഗ്നൽ എന്ന് പറയുന്നത് എഫ് സി ഇൻറ്റു 1 പ്ലസ് കെ വി എം കോസ് ഒമേഗ എം ടി. ഇതൊക്കെ എന്താണ് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഇൻട്രഡക്ഷനോട് എഴുതുന്നതേ ഉള്ളൂ. ആദ്യം ഫ്രീക്വൻസി മോഡുലേഷൻ എന്താണെന്ന് എഴുതുക. പിന്നെ ഈ പറഞ്ഞ ഗ്രാഫ് ഈ കാണിച്ചിരിക്കുന്ന സിഗ്നൽ വരക്കുക. നെക്സ്റ്റ് ഈ രണ്ട് മോഡുലേഷൻ ഇൻഡെക്സ് ഇതാണ്. ഇതൊക്കെയാണ് ബേസിക്സ്. ഫ്രീക്വൻസി മോഡുലേഷൻ്റെ ബേസിക്സ് ആണ്. അതിൻ്റെ മോഡുലേഷൻ എന്ത് എഴുതുന്നത്, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആയാലും ഫേസ് മോഡുലേഷൻ ആയാലും ഫ്രീക്വൻസി മോഡുലേഷൻ ആയാലും നിങ്ങൾ എഴുതേണ്ടത് എന്താണ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ, അത് കഴിഞ്ഞിട്ടായ ഗ്രാഫ്, അതിൻ്റെ മോഡുലേഷൻ ഇൻഡെക്സ് എത്ര, അതിൻ്റെ ബേസിക് ഇക്വേഷൻ. ഇത്രയും അറിഞ്ഞിരിക്കണം ഈ 3 സംഭവത്തിൻ്റെ. ഇനി നമുക്കിതിൻ്റെ അനാലിസിസിലേക്ക് പോവാം. അതേപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ മോഡുലേഷൻ ഈ ഡെൽറ്റ എഫിന് നമുക്ക് ഡെൽറ്റ എന്ന് പറഞ്ഞിട്ട് എഴുതാം. സോ മോഡുലേഷൻ ഇൻഡെക്സ് അപ്പം എന്തായിട്ട് എഴുതാം, ഡെൽറ്റ എഫിൻ്റെ അടുക്ക് ഈ ഡെൽറ്റ ഇടുമ്പോൾ ഡെൽറ്റ ബൈ എഫ് എം എന്നും കൂടി എഴുതാം. ഇനി മാക്സിമം ഫ്രീക്വൻസി എഫ് മാക്സ് എന്ന് പറയുന്നത് എഫ് സി ഇൻറ്റു 1 പ്ലസ് കെ വി എം. അത് നമുക്കറിയില്ലേ, എഫ് സി ആണ് കാരിയർ ഫ്രീക്വൻസിൻ്റെ അപ്പുറം എന്തും കൂടി ഉണ്ട്. നമ്മൾ എന്തിൻ്റെ ബേസിലാണ് വേരി ചെയ്യുന്നത്, മെസ്സേജിൻ്റെ ബേസിൽ നമ്മൾ മെസ്സേജിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ ബേസിൽ വേരി ചെയ്യുന്നത്. സോ അതാണ് ഈ എഫ് സി പ്ലസ് 1 പ്ലസ് കെ ഇൻറ്റു വി എം എന്ന് എഴുതിയിട്ടുള്ളത്. സോ ഈ ഡെൽറ്റ എന്ന് പറയുന്നത് ഈ എഫ് മാക്സ് മൈനസ് എഫ് സി ആണ്. മാക്സിമം ഫ്രീക്വൻസി മൈനസ് എഫ് സി ആണ് ഈ ഡെൽറ്റ എന്ന് പറയുന്നത്. സോ നമ്മളത് എഫ് മാക്സിൻ്റെ ടേംസിൽ എഴുതി കഴിഞ്ഞാൽ എഫ് സി കെ വി എം മൈനസ് എഫ് സി. അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായി. ഈ ഡെൽറ്റ എന്ന് പറയുന്നത് നമുക്ക് എന്തായി കിട്ടും, അതായത് ഫ്രീക്വൻസി ഡീവിയേഷനാണ് ഡെൽറ്റ ഇവിടെ ഫ്രീക്വൻസി ഡീവിയേഷനാണ്. സോ ഡെൽറ്റ എന്ന് പറയുന്നത് നമുക്ക് എന്തായി കിട്ടും, കെ വി എം എഫ് സി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. സോ മോഡുലേഷൻ ഇൻഡെക്സ് നമുക്ക് ഡെൽറ്റ എഫ് എം ബൈ എഫ് എം ആണ്. ദറ്റ് ഇസ് മാക്സിമം ഡീവിയേഷൻ maximum frequency deviation divided by frequency of the modulating signal ആണ് എഫ് എം. സോ മാക്സിമം ഫ്രീക്വൻസി ഡീവിയേഷൻ ബൈ എഫ് എം ആണ് മോഡുലേഷൻ ഇൻഡെക്സ് എം എന്ന് പറയുന്നത്. സോ ഈ ഡെൽറ്റ എന്ന് പറയുന്നത് ഈ ഫ്രീക്വൻസി ഡീവിയേഷൻ നമുക്ക് ഡെൽറ്റ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. അതാണ് ഈ ഇക്വേഷൻ. ഇനി നെക്സ്റ്റ് മാക്സിമം ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ കാരിയർ ഫ്രീക്വൻസിൻ്റെ അപ്പുറം എന്തിൻ്റെ ബേസിലാണ് വേരി ചെയ്യുന്നത്, ആംപ്ലിറ്റ്യൂഡിൻ്റെ ബേസിലാണ് വേരി ചെയ്യുന്നത്, മെസ്സേജ് സിഗ്നലിൽ. സോ അതുകൊണ്ടാണ് ഇവിടെ 1 പ്ലസ് കെ വി എം എന്ന് പറയുന്നത്. വി എം എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡാണ്, എന്തിൻ്റെ മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. സോ അപ്പോൾ നമുക്ക് എന്തായിട്ട് എഴുതാം, ഈ ഡെൽറ്റ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതാണ് ഈ ഡിഫറൻസ്. അതായത് എഫ് മാക്സും എഫ് സിയും ഫ്രീക്വൻസി മാക്സിമം കാരിയറിൻ്റെ ഫ്രീക്വൻസിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഈ ഫ്രീക്വൻസി ഡീവിയേഷൻ ഡെൽറ്റ എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ എഫ് മാക്സ് മൈനസ് എഫ് സി ആണ്. സോ എഫ് മാക്സിൻ്റെ ഇക്വേഷൻ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എഫ് സി എസ് സിയും പോയി ഫ്രീക്വൻസി ഡീവിയേഷൻ നമുക്ക് കെ വി എം എഫ് സി എന്ന് കിട്ടി. ഇനി ഇതൊക്കെ എങ്ങനെയാണ് വരുന്നത് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. ജസ്റ്റ് എല്ലാവരും കൂടെ തന്നെ എഴുതിക്കാം. നമുക്കറിയാം മോഡുലേറ്റിംഗ് സിഗ്നൽ എം ഓഫ് ടി എന്ന് പറയുന്നത് എ എം കോസ് ഒമേഗ എം ടി ആണ് അല്ലേ. അതിന് എം ഓഫ് ടീന് നമുക്ക് ഒമേഗ എം ടീനെ എങ്ങനെ എഴുതാം, ഒമേഗ എം ടി എന്ന് പറഞ്ഞാൽ 2π എഫ് എം. ഒമേഗ എം എന്ന് പറഞ്ഞാൽ 2π എഫ് എം ആണ് അല്ലേ. ഒമേഗ എന്ന് പറഞ്ഞാൽ 2π എഫ് എം ആണ്. ഒമേഗ എന്ന് പറഞ്ഞാൽ 2π എഫ് ആണ്. സോ ഇവിടെ ഒമേഗ എം എന്ന് പറയുമ്പോൾ 2π എഫ് എം ആയി മാറി. സോ അത് നമുക്ക് എന്താ ഒന്നും കൂടി എഴുതാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ എം കോസ് 2π എഫ് എം ടി. ഇതാണ് നമ്മുടെ മോഡുലേറ്റിംഗ് സിഗ്നൽ. ഇനി കാരിയർ സിഗ്നൽ സി ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ, കാരിയർ സിഗ്നൽ സി ഓഫ് ടി എന്ന് പറഞ്ഞാൽ എ സി കോസ് ഇതേപോലെ തന്നെ എഴുതുന്നതാണ്. ഒമേഗ സി ടി ആണ്. സോ അത് നമുക്ക് സി ഓഫ് ടീന് എന്തായിട്ട് എഴുതാം, എ സി കോസ്
2π/fct എന്ന് പറഞ്ഞിട്ട് എഴുതാം. അതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ഇനി മോഡുലേറ്റഡ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താ? മോഡുലേറ്റഡ് സിഗ്നൽ എസ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എ കോസ് തീറ്റയാണ്. എ കോസ് തീറ്റ ഈ ഇവിടെ കാണുന്നില്ലേ, കാരിയർ സിഗ്നൽ എ സി കോസ്, അല്ലെങ്കിൽ കാരിയർ സിഗ്നലിലാണ് നമ്മൾ മോഡുലേറ്റ് ചെയ്യുന്നത്. കാരിയർ സിഗ്നലിലെ ഫ്രീക്വൻസിയിലാണ് മോഡുലേറ്റ് ചെയ്യുന്നത്. സോ എ സി ഉള്ള ടേം ഉണ്ട്, പിന്നെ അതിൻ്റെ ഫ്രീക്വൻസിയിലാണ് നമ്മൾ മോഡുലേറ്റ് ചെയ്യുന്നത്. കാരിയർ സിഗ്നൽ ഇതാണ്. സോ അതിൻ്റെ ഫ്രീക്വൻസിയിൽ മോഡുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു തീറ്റ, നമ്മൾ തീറ്റയാണ് നമ്മളെ വേരിയേഷൻ, തീറ്റയാണ് നമ്മളിപ്പോൾ വേരിയുന്നത്. കാരണം 2π/fct, ഈ എഫ് സിയിലാണ് നമ്മൾ വേരിയേഷൻ വരുത്തുന്നത്. സോ അത് നമ്മൾ ഹോളായിട്ട് തീറ്റ എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. തീറ്റ എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാം. അതിന് മുന്നേ ഇൻസ്റ്റന്റേനിയസ് ഫ്രീക്വൻസി ഓഫ് എ ഫ്രീക്വൻസി മോഡുലേറ്റഡ് വേവ് ഈസ് ഗിവൺ ബൈ FIT. ഇൻസ്റ്റന്റേനിയസ് ഫ്രീക്വൻസിയാണ്. FIT എന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് ഫ്രീക്വൻസിയാണ്. ഇൻസ്റ്റന്റേനിയസ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ കാരിയർ ഫ്രീക്വൻസി പ്ലസ് നമ്മൾ വരുത്തിയ ആംപ്ലിറ്റ്യൂഡിൽ ഉണ്ടാകുന്ന വേരിയേഷൻ, അതാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് ഫ്രീക്വൻസി. ഇൻസ്റ്റന്റേനിയസ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ FI എന്ന് പറയുന്നത് പുതിയ ഫ്രീക്വൻസിയാണ്. അതായത് നമ്മുടെ കാരിയർ ഫ്രീക്വൻസിനകത്ത് നമ്മൾ വരുത്തിയ ചേഞ്ചസ് ആണ് ഇൻസ്റ്റന്റേനിയസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് FC പ്ലസ് എന്തിൻ്റെ ബേസിൽ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്? MT ബേസിലാണ്. MT എന്ന് പറഞ്ഞാൽ നമ്മൾ മെസ്സേജ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ ബേസിലാണ് നമ്മൾ കാരിയർ ഫ്രീക്വൻസിനെ ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫ്രീക്വൻസിയാണ് ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ ഉണ്ടാകുന്ന ഫ്രീക്വൻസി. ദാറ്റ് ഇസ് ഇൻസ്റ്റന്റേനിയസ് ഫ്രീക്വൻസി. അതായത് കാരിയർ സിഗ്നലിൻ്റെ ഫ്രീക്വൻസിനെ നമ്മൾ ചേഞ്ച് ചെയ്യും. എങ്ങനെ ചേഞ്ച് ചെയ്യും? മെസ്സേജ് സിഗ്നൽ, അതായത് ഈ MT ആംപ്ലിറ്റ്യൂഡിനനുസരിച്ചിട്ട്. സോ ആ ടൈമിൽ ഉണ്ടാകുന്ന ഫ്രീക്വൻസിയാണ് ഇൻസ്റ്റന്റേനിയസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ ഈ KF എന്ന് പറയുന്നത് ഫ്രീക്വൻസി സെൻസിറ്റിവിറ്റി ആണ്. KF എന്ന് പറയുന്നത് ഫ്രീക്വൻസി സെൻസിറ്റിവിറ്റി ആണ്. അതേപോലെ തന്നെ അത് റേഡിയൻസ് പെർ വോൾട്ട്. അത് KF എന്ന് പറയുന്നത് ഫ്രീക്വൻസി സെൻസിറ്റിവിറ്റി ആണ്. സോ നമുക്ക് എന്തായിട്ട് എഴുതാം? ഈ എഫ് എന്ന് പറഞ്ഞാൽ എന്നാ? F എന്ന് പറഞ്ഞാൽ എന്നാ? ഫ്രീക്വൻസിയാണ്. സോ നമുക്ക് FI നമുക്ക് എന്തായിട്ട് എഴുതാം? ω I എന്നും പറഞ്ഞിട്ട് എഴുതാം. ω I എന്ന് പറയുമ്പോൾ എത്രയാ? 2π/FIT അല്ലേ? നമുക്ക് ഒമേഗേൻ്റെ വാല്യൂ നമുക്കറിയാം 2πF ആണെന്ന് അറിയാം. സോ ω I എന്ന് പറയുമ്പോൾ എന്താ? 2πFI അല്ലേ? സോ ω I എന്ന് പറയുമ്പോൾ 2πFI/T വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യാം? തീറ്റ ചെയ്താം. അതായത് തീറ്റ എന്ന് പറയുന്നത് എന്താ? അപ്പം ഇൻ ടേംസ് ഓഫ് ω എഴുതുന്നതാണെങ്കിൽ 2πFIT ആണ് അല്ലേ? നമ്മളിവിടെ തീറ്റയല്ലേ, ω/സീനിയല്ലേ നമ്മൾ തീറ്റ വെച്ച് റെപ്രസെൻറ്റ് ചെയ്തത്. സോ തീറ്റ എന്ന് പറയുന്നത് 2πFIT ആണ്. സോ നമ്മൾ ഏതായാലും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ d/dt എന്ന് പറഞ്ഞാൽ dθ/dt എന്ന് പറയുന്നത് എന്താ വരിക? നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പം എന്താ വരിക? ടു പൈ FI വരില്ലേ? ഇനി നെക്സ്റ്റ് dθ എന്ന് പറയുമ്പോൾ അപ്പം എന്താ വരിക? നമ്മൾ ഇതിനെ ഇപ്പുറത്തേക്ക് എടുക്കും. ഇപ്പോൾ 2πFI/dt വന്നു അല്ലേ? ഓക്കെ. സോ നമ്മളിങ്ങനെ ഇപ്പോൾ തീറ്റയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തീറ്റയാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഈ S(t) നമുക്ക് തീറ്റേൻ്റെ വാല്യൂ നമ്മൾ കാണുന്നത്. അപ്പോൾ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക? തീറ്റ = 2π0T FI/dt. സോ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ട് FIൻ്റെ വാല്യൂ നമുക്കറിയാം. FIൻ്റെ വാല്യൂ അറിയാം. സോ ഈ ഒരു ഇക്വേഷനിൽ, അതായത് ഈ ഒരു തേർഡ് ഇക്വേഷനിൽ നമ്മൾ FIൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ അത് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കാം. സോ തീറ്റയുടെ വാല്യൂ നമുക്ക് എന്ത് ചെയ്തു? 2π0T FI/dt കിട്ടി. നമ്മൾ എന്ത് ചെയ്യും? തീറ്റേൻ്റെ വാല്യൂ, ഈ FIൻ്റെ വാല്യൂ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2π0T FC പ്ലസ് KFM(t)dt വന്നു. FC പ്ലസ് ഈ FIൻ്റെ വാല്യൂ, FI(t)ൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് എന്നുള്ളൂ. സോ നമുക്ക് S(t) അപ്പം എന്തായാലും തീറ്റേൻ്റെ വാല്യൂ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തു. സോ AC cos തീറ്റയാണ് S(t). സോ നമുക്ക് എന്തായാലും എഴുതാം AC cos, ഈ തീറ്റേൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2π0T FC/dt പ്ലസ് 2π KF പുറത്തെടുത്തു, KF0T M(t)dt.
ഒന്നുമില്ല, ഈ 2π ഉള്ളിലേക്ക് എടുത്തിട്ട് എഴുതിയേ ഉള്ളൂ. 2π ഉള്ളിലേക്ക് എടുത്തിട്ട് ഈ കോസ് തീറ്റൻ്റെ വാല്യൂവിൽ നമ്മൾ തീറ്റൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എഴുതിയേ ഉള്ളൂ. എ സി കോസ് 2π ഇൻറ്റഗ്രൽ 0 to t എഫ് സി ഡി ടി പ്ലസ് 2π kf 0 to t എം ഓഫ് ടി ഡി ടിന്നേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഇത്ര എഴുതിയോ? നെക്സ്റ്റ് നമ്മൾ എഴുതാൻ പോകുന്നത് ഫ്രീക്വൻസി ഡീവിയേഷൻ. ഈ ഡെൽറ്റ എഫിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ഡെൽറ്റ എഫിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച സമയത്ത്. ഡെൽറ്റ എഫിൻ്റെ വാല്യൂ എത്ര കിട്ടിയ? കെ എഫ് ഇൻറ്റു എ എം എന്ന് കിട്ടിയിട്ടുണ്ടായിട്ടില്ലേ? അതായത് കെ എഫ് ഇൻറ്റു വി എം തന്നെയാണ് കെ എഫ് ഇൻറ്റു എ എം എന്നും പറയുന്നത്. മനസ്സിലായിനോ? കാണിച്ചു തരാം. എഫ് ഐ എന്ന് പറയുന്നത് എഫ് സി പ്ലസ് കെ എഫ് ഇൻറ്റു എം ഓഫ് ടി ആണ്. എഫ് ഐ എന്ന് പറയുന്നത് എഫ് സി പ്ലസ് കെ എഫ് ഇൻറ്റു എം ഓഫ് ടി എന്ന് പറയുമ്പോൾ കെ എഫ് ഇൻറ്റു എ എം കോസ് ഒമേഗ എം ടി ആണ്. എം ഓഫ് ടിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ ഉള്ളൂ. സോ എഫ് ഐ മാക്സ് എന്ന് പറയുന്ന സമയത്ത് കെ എഫ് സി പ്ലസ് എ എം കെ എഫ് ആണ്. കാരണം കോസിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുമ്പോൾ 1 അല്ലേ? കോസിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുമ്പോൾ 1 ആണ്. സോ കെ എഫ് ഇൻറ്റു എ എം ആയി മാറി. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യണം? ഡെൽറ്റ എഫ് എന്ന് പറയുന്നത് എപ്പോഴും മനസ്സിലാക്കുക എഫ് ഐ മാക്സ് മൈനസ് എഫ് സി ആണ്. എഫ് ഐ മാക്സ് മൈനസ് എഫ് സി ആണ്. സോ എഫ് ഐ മാക്സ് എത്രയാ? എഫ് സി പ്ലസ് എ എം ഇൻറ്റു കെ എഫ് മൈനസ് എഫ് സി. സോ ഈ എഫ് സിയും പോയി ഡെൽറ്റ എഫ് എന്നുള്ളത് കെ എഫ് ഇൻറ്റു എ എം ആയി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തില്ലേ? പിന്നെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഇപ്പം കിട്ടിയ ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് ഇവിടെ കെ എഫ് ഉണ്ട്. സോ ഈ കെ എഫിനെ നമുക്ക് മാറ്റണം. എന്തിൻ്റെ ബേസിൽ മാറ്റണം? ഡെൽറ്റ എഫിൻ്റെ ബേസിൽ മാറ്റണം. സോ നമുക്ക് കെ എഫിനെ എങ്ങനെ എഴുതാം? കെ എഫ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷന് കെ എഫ് എന്തായി കിട്ടും? കെ എഫ് ഇസ് ഇക്വൽ ടു ഡെൽറ്റ എഫ് ബൈ എ എന്ന് എഴുതിക്കൂടെ? കെ എഫ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എഫ് ബൈ എ എന്ന് എഴുതിക്കൂടെ? എഴുതാൻ പറ്റുമോ? എഴുതാം. സോ നമ്മൾ ഈ ഒരു ഇക്വേഷൻ എസ് ഓഫ് ടീന ഈ കെ എഫിനെ മാറ്റി അവിടെ ഡെൽറ്റ എഫ് ബൈ എ എന്ന് എഴുതും. അപ്പം നമുക്ക് എന്ത് കിട്ടും? എ സി കോസ് 2π എഫ് സി. ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ്. വിത്ത് റെസ്പെക്ട് ടു ടി ആകുമ്പോൾ എന്ത് വരും? 2π എഫ് സി ടി വരും. ഡി ടി വെച്ച് വിത്ത് റെസ്പെക്ട് ടു ഡി ടി ചെയ്യുന്നതാണെങ്കിൽ നമുക്കിവിടെ ടി വരും. ഇവിടെ 0 to ഇൻറ്റഗ്രൽ 0 to t 1 dt എന്നല്ലേ വരിക ഡി ടിൻ്റെ ചെയ്യുമ്പോൾ. സോ ടി വന്നു. പ്ലസ് ഇവിടെ നമുക്ക് എന്ത് ചെയ്താം? പറഞ്ഞോ? ഇവിടെ നമുക്ക് 2π കെ എഫ് അല്ലെങ്കിൽ കെ എഫിനെ ഇതിനെ എഴുതിയിട്ട് നമുക്ക് ഈ ഇൻറ്റഗ്രൽ ആദ്യം മാറ്റണ്ടേ? ഇൻറ്റഗ്രൽ മാറ്റുമ്പോൾ എന്താ വരിക? 0 to t എ എം കോസ് 2π എഫ് എം ടി ഡി ടി ഉണ്ട് അല്ലേ? സോ അതിന് നമുക്ക് എന്തായിട്ട് എഴുതാം? നമുക്ക് എ സി കോസ് 2π എഫ് സി ടി പ്ലസ് 2π ഇൻറ്റു ഈ കെ എഫിൻ്റെ ടേംസ് ഇപ്പം തന്നെ മാറ്റി എഴുതാം. ഡെൽറ്റ എഫ് ബൈ എ എം. പിന്നെ ഈ എ എം കോസ് 2π എഫ് സി ടിൻ്റെ ഇൻറ്റഗ്രൽ എടുക്കുമ്പോൾ എ എം സൈൻ 2π എഫ് എം ടി ഡിവൈഡഡ് ബൈ 2π എഫ് എം. സോ ഈ 2π ക്യാൻസൽ ആവും. ഈ 2π ക്യാൻസലായി. ഈ എ എമ്മും ക്യാൻസൽ ആവും ഇല്ലേ? ക്യാൻസൽ ആവില്ലേ? സോ ലാസ്റ്റ് വരുന്നത് ഇവിടെ മേലെ എഴുതുന്നുണ്ട്. ലാസ്റ്റ് വരുന്ന ഫൈനൽ ടേം തന്നെ എ സി കോസ് 2π എഫ് സി ടി പ്ലസ് ഡെൽറ്റ എഫ് ഡിവൈഡ് ബൈ എഫ് എം. പിന്നെ ബാക്കി വരുന്ന ടേം എന്തൊക്കെയാണ്? സൈൻ 2π എഫ് എം ടി. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ ഫോർ എസ് ഓഫ് ടി. അതായത് നമ്മുടെ ഫ്രീക്വൻസി മോഡുലേറ്റഡ് ഇത്. ഇനി നമുക്ക് ഇതിനെ ഒന്നും കൂടി സിംപ്ലിഫൈ ആണെങ്കിൽ ഈ ഡെൽറ്റ എഫ് ബൈ എഫ് എമ്മിനെ ബീറ്റാന്ന് ഡിനോട്ട് ചെയ്യാം. സോ എ സി കോസ് 2π എഫ് സി ടി പ്ലസ് ബീറ്റ സൈൻ 2π എഫ് എം ടി ആണ് ഫ്രീക്വൻസി മോഡുലേറ്റഡ് സിസ്റ്റത്തിൻ്റെ
ഇക്വേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഒന്നുമില്ല, ഈ ഡെറിവേഷൻ മൊത്തം ഒന്നും കൂടി ഒപ്പരം കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നതേ ഉള്ളൂ. സിമ്പിൾ ഡെറിവേഷനാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഫ്രീക്വൻസി സ്പെക്ട്രം. എഫ് എമ്മിൻ്റെ സ്പെക്ട്രം പറയുന്ന സമയത്ത് നമുക്ക് എഫ് എമ്മിൻ്റെ വോൾട്ടേജിൻ്റെ അല്ലെങ്കിൽ എക്സ്പ്രഷൻ നമുക്ക് അറിയാമെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതാം. സോ എ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡാണ്, എം എഫ് എന്ന് പറയുന്നത് മോഡുലേഷൻ ഇൻഡെക്സ് ആണ്. എ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ്, എഫ് എന്ന് പറയുന്നത് മോഡുലേഷൻ ഇൻഡെക്സ് ആണ്. സോ നമ്മൾ ഇതിന് ഈ ഒരു സൊല്യൂഷൻ, ഈ ഒരു ഇക്വേഷൻ ആദ്യം എഴുതി വെക്കാം. ദാറ്റ് ഈസ് എക്സ്പ്രഷൻ ഫോർ എഫ് എം വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. എഫ് എം വോൾട്ടേജിൻ്റെ എക്സ്പ്രഷൻ എഴുതാം. അതാണ് എഫ് എം വോൾട്ടേജിൻ്റെ എക്സ്പ്രഷൻ. സോ എ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡാണ്, എം എഫ് എന്ന് പറയുന്നത് മോഡുലേഷൻ ഇൻഡെക്സ് ആണ്. സോ നമ്മൾ ഇതിൻ്റെ ഒരു ബെസൽസ് ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദ സൊല്യൂഷൻ ഫോർ ദിസ് ഇക്വേഷൻ ക്യാൻ ബി ഗിവൺ ബൈ യൂസിങ് ബെസൽ ഫംഗ്ഷൻ. സോ ബെസൽ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഈ ഒരു ഇക്വേഷൻ ബെസൽ ഫംഗ്ഷൻ യൂസ് ചെയ്തു. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ എന്താ വരിക? വി ഈസ് ഇക്വൽ ടു എ J0 ഇൻറ്റു എം ഓഫ് എഫ് സൈൻ ഒമേഗ സി ടി. നമ്മളിവിടെ സൈനിൻ്റെ ഫംഗ്ഷനായി എടുക്കുന്നതേ ഉള്ളൂ. കോസ് എടുക്കുന്നതിന് പകരം സൈൻ ഒമേഗ സി ടി എടുക്കുന്നതേ ഉള്ളൂ ഈ ഒരു ഇക്വേഷൻ്റെ. സൈനിന് പകരം കോസിന് പകരം സൈൻ എടുക്കുന്നതേ ഉള്ളൂ. സോ J0 എം ഓഫ് എഫ് സൈൻ ഒമേഗ സി ടി പ്ലസ് J1 എം എഫ് സൈൻ ഒമേഗ സി പ്ലസ് ഒമേഗ എം ഇൻറ്റു ടി മൈനസ് സൈൻ ഒമേഗ സി മൈനസ് ഒമേഗ എം ഇൻറ്റു ടി. സൈഡ് ബാൻഡ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ഈ രണ്ടെണ്ണം കാണിച്ചിരിക്കുന്നത് സൈഡ് ബാൻഡ്സ് ആണ്. അതേപോലെ തന്നെ J2 എം ഓഫ് എഫ് സൈൻ ഒമേഗ സി പ്ലസ് 2 ഒമേഗ ടി മൈനസ്, സോറി ഇവിടെ ഫസ്റ്റ് ടേം മൈനസ് ആണെങ്കിൽ സെക്കൻഡ് ടേം പ്ലസ് ആയിരിക്കും, പ്ലസ് സൈൻ ഒമേഗ സി മൈനസ് 2 ഒമേഗ എം ഇൻറ്റു ടി. സോ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. J3 എം ഓഫ് എഫ് ആകുമ്പോൾ നെക്സ്റ്റ് ടേം ഇതന്നെ, പക്ഷേ ഇവിടെ 3 ഒമേഗ വരും, നടുക്കൊരു പ്ലസ് വരും. അതേപോലെ തന്നെ 3 ഒമേഗ ടി വരും, ഇവിടെയും 3 ഒമേഗ വരും. അതായത് സൈൻ ഒമേഗ സി പ്ലസ് 3 ഒമേഗ ടി പ്ലസ് സൈൻ, നെക്സ്റ്റ് ഇവിടെ വരുമ്പോൾ മൈനസാണ് വരിക. ആദ്യം മൈനസ്, പിന്നെ പ്ലസ്, പിന്നെ മൈനസ് സൈൻ ഒമേഗ സി പ്ലസ് 3 ഒമേഗ ഇൻറ്റു ടി വരും. ഇനി ഈ J0, J1, J2 എന്നെല്ലാം പറയുന്നത് ബെസൽ ഫംഗ്ഷനാണ്. J0, J1, J2 എന്നൊക്കെ പറയുന്നത് ബെസൽ ഫംഗ്ഷനാണ് ഓഫ് ദ ഓർഡർ n ആണ്. ഇപ്പോൾ Jn ആണെങ്കിൽ ബെസൽ ഫംഗ്ഷൻ ഓഫ് ഓർഡർ nth ഓർഡറാണ്. സോ ഈ J0 എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡാണ് തരിക. കാരിയർ സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് ഈ J0 തരുന്നത്. J എന്ന് പറയുന്നത് nth ആംപ്ലിറ്റ്യൂഡാണ് തരിക. nth ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദിസ് സൈഡ് ബാൻഡ്സ് ആണ് Jn. ഈ ബാക്കിയൊക്കെ സൈഡ് ബാൻഡ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡും ഈ J0 എന്ന് പറയുന്നത് കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് വരുന്നത്. ഈ J1, J2 എന്നെല്ലാം പറയുന്നത് സൈഡ് ബാൻഡ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് വരുന്നത്. J0 എന്ന് പറയുന്നത് കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് തരുന്നത്. സോ ഇവിടെ സ്പെക്ട്രം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഇവിടെ തന്നെയാണ് പറഞ്ഞത് ഒമേഗ സി പ്ലസ് ഒമേഗ എമ്മും ഒമേഗ സി പ്ലസ് 2 ഒമേഗ എമ്മും ഒമേഗ സി പ്ലസ് 3 ഒമേഗ എമ്മും അങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകുന്നുണ്ടോ. ഇതൊക്കെയാണ് സൈഡ് ബാൻഡ്സ്. ഇതിലൊക്കെ നമ്മൾ J1, J2, J3 എന്ന് പറയുന്നത് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. ഈ J0 എന്ന് പറയുന്നത് കാരിയറാണ്, കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്. അത് ഒമേഗ സി എന്ന് പറഞ്ഞ കാരിയറിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് ഈ J0 തരുന്നത്. ഇതാണ് ഒരു FM സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ പറഞ്ഞ ഈ ചെറിയ ആംപ്ലിറ്റ്യൂഡ് അതൊക്കെ നെഗ്ലക്റ്റ് ചെയ്തു പോകും.
ഈ സൈഡ് ബാൻഡ്സ് ഒക്കെ നെഗ്ലക്ട് ചെയ്ത് പോകുന്നതാണ് വേറൊരു കണ്ടീഷൻ ഉള്ളത്. അതായത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഈച്ച് സൈഡ് ബാൻഡ്സ് ഡിപ്പെൻഡ് അപ്പോൺ ബെസൽ ഫംഗ്ഷൻ. ഈ ബെസൽ ഫംഗ്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആംപ്ലിറ്റ്യൂഡ് ഉള്ളത്. നമുക്കിവിടെ കാണാം J1 J2 J3 എന്നൊക്കെ പറയുന്നത് ബെസൽ ഫംഗ്ഷനാണ്. സോ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഈ സൈഡ് ബാൻഡ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ബെസൽ ഫംഗ്ഷൻ്റെ മേലെയാണ്. ആൻഡ് നമുക്കിവിടെ കാണാം ആംപ്ലിറ്റ്യൂഡ് ഇസ് സംടൈംസ് വെരി സ്മോൾ. ആംപ്ലിറ്റ്യൂഡ് സംടൈംസ് വെരി സ്മോൾ ആണ്. സോ അതിനെയൊക്കെ നമ്മൾ നെഗ്ലക്ട് ചെയ്യുകയും ചെയ്യും. സോ വാല്യൂ ഓഫ് ദിസ് JNMF ബിക്കം നെഗ്ലിജിബിൾ ഫോർ ലാർജ് n ആൻഡ് ഹെൻസ് ക്യാൻ ബി നെഗ്ലക്റ്റഡ്. അതായത് എന്നിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു വരും. സോ അങ്ങനത്തെ സൈഡ് ബാൻഡ്സ് നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. സോ ബാൻഡ് വിഡ്ത്ത് എത്ര കിട്ടുന്നത് വെച്ചാൽ ഈ ഒരു കേസിൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 2n FM max ആണ്. നമ്മളിപ്പോൾ ഒരു ബെസൽ ടേബിൾ വെച്ച് എഴുതുവാണെങ്കിൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 2n FM max ആണ്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് സൈഡ് ബാൻഡ്സ് ആണ്. FM മാക്സ് 2n FM ആണ്. n എന്ന് പറഞ്ഞാൽ സിഗ്നിഫിക്കൻറ്റ് സൈഡ് ബാൻഡ്സിൻ്റെ നമ്പറാണ്. ഇപ്പം FM എന്ന് പറയുന്നത് 2 kHz ആണെങ്കിൽ n സിഗ്നിഫിക്കൻറ്റ് സൈഡ് ബാൻഡ്സ് 5 ആണെങ്കിൽ ബാൻഡ് വിഡ്ത്ത് എത്രയായിരിക്കും? ബാൻഡ് വിഡ്ത്ത് 2, n-ൻ്റെ വാല്യൂ 5, പിന്നെ ഇവിടെ 2, അപ്പം 20 kHz ആണ് ബാൻഡ് വിഡ്ത്ത് വരുന്നത്. ഇനി വേറൊരു കാർസൺസ് റൂൾ എന്ന് പറഞ്ഞ റൂൾ ഉണ്ട്. അത് പ്രകാരം ബാൻഡ് വിഡ്ത്ത് എഴുതുവാണെങ്കിൽ നമ്മൾ ബാൻഡ് വിഡ്ത്ത് എഴുതേണ്ടത് 2 ഡെൽറ്റ F പ്ലസ് FM ആണ്. ഇതാണ് ബാൻഡ് വിഡ്ത്ത്. ഒരു ഫ്രീക്വൻസി സ്പെക്ട്രത്തിൽ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്ന ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 2 ഡെൽറ്റ F പ്ലസ് F. ഈ ബാൻഡ് വിഡ്ത്ത് ഡിപ്പെൻഡ് അപ്പോൺ ഫ്രീക്വൻസി ഡീവിയേഷൻ ആൻഡ് മോഡുലേറ്റിംഗ് സിഗ്നൽ ഫ്രീക്വൻസി. നമുക്കിവിടെ കാണാം ബാൻഡ് വിഡ്ത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഫ്രീക്വൻസി ഡീവിയേഷനും അതേപോലെ തന്നെ മോഡുലേറ്റിംഗ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസിനെയാണ് അല്ലേ? ഫ്രീക്വൻസി ഡീവിയേഷനും അല്ലേ നമുക്ക് ഇങ്ങനെ എഴുതാം 2 ഡെൽറ്റ പ്ലസ് F എന്ന് പറയുന്നത്. ഡെൽറ്റയും ഈ ഡെൽറ്റ എന്ന് പറയുന്നത് തന്നെയാണ് ഈ ഫ്രീക്വൻസി ഡീവിയേഷൻ. നമുക്ക് ഡെൽറ്റ എഫ് എഴുതാം, ഈ സ്മോൾ ഡെൽറ്റ ഇതും എഴുതാം. സോ ഇത്രയാണ് ഒരു FM-ൻ്റെ കേസിൽ നമ്മൾ പഠിക്കുന്നത്. ഇത്രയാണ് നമ്മൾ FM-ൻ്റെ കേസിൽ പഠിക്കുന്നത്. നെക്സ്റ്റ് ഫേസ് മോഡുലേഷനാണ് പഠിക്കാൻ പോകുന്നത്. അത് നെക്സ്റ്റ് ക്ലാസ്സിനെ പഠിക്കാം.